ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലോൺ ക്ലോസിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാം, നിങ്ങൾ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ലോൺ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, അതായത് പ്രീ ക്ലോസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫോർ ക്ലോസ്, അതായത് നമ്മുടെ നോർമൽ ടെനർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ട് മുമ്പ് നമ്മൾ പ്രീ ക്ലോസർ ചെയ്യുമോ അല്ലെങ്കിൽ ഫോർ ക്ലോസർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അത് നോർമലായിട്ട് ലോൺ ക്ലോസ് ആവുന്നതായാലും ഈ പോയിന്റ് ആക്ച്വലി ചില പോയിന്റ്സുകൾ ബാധകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതിലൊരു ലോൺ ഉണ്ട്, അത് അടച്ചു കഴിയാൻ പോവാണ്, അല്ലെങ്കിൽ അടച്ച് പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു തീരുമാനം നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, പ്രത്യേകിച്ച് ഹോം ലോൺ, കാർ ലോൺ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺസ് ഒക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുത്താണ്. നമ്മുടെ മൂന്നാമത്തെ ചാനൽ GSH വേൾഡ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. അതിൽ നമ്മൾ ഫുള്ളി ടെക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറയാറുണ്ട്, അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാറുണ്ട്. ലേറ്റസ്റ്റ് ആയി ഞാൻ എടുത്തേക്കുന്നത് NIS സർട്ടിഫിക്കേഷനാണ് നമ്മുടെ സെബിയുടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇപ്പം ഞാൻ യൂട്യൂബിൻ്റെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളൊരു ലോൺ ക്ലോസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4-5 പോയിന്റ്സ് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ സംഭവമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ആ പോയിന്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്സ് പറയുന്നത്, നമുക്ക് മിക്ക ബാങ്കുകളും എക്സെപ്റ്റ് ഹോം ലോൺ ഒഴിച്ച് ബാക്കി എല്ലാ ലോണുകളും നമ്മൾ ഒരു എന്താ പറയുക നോർമൽ ഇപ്പോൾ 7 കൊല്ലത്തേക്കുള്ള ലോണാണ് നമ്മളൊരു 3-4 കൊല്ലമാകുമ്പോഴേക്കും അടച്ചു തീർക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 1 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്കുള്ള ലോണാണ് നിങ്ങൾ 1 കൊല്ലത്തിൽ തന്നെ അടച്ചു തീർക്കാനുള്ള ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്ച്വലി ബാങ്ക് ഒരു ഫോർക്ലോസർ ചാർജ് ഒരു സംഭവം ചാർജ് ചെയ്യും. അതായത് നമ്മുടെ ലോൺ എമൗണ്ടിൻ്റെ ഒരു 1% തൊട്ട് 5% വരെ ബാങ്കുകളും NBFCകളൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. അതൊരു എക്സ്ട്രാ ഫൈൻ പോലെയാണ്, ഒരു നമ്മൾ നോർമൽ പെട്ടെന്ന് അടയ്ക്കാനുള്ള ഒരു ഫൈൻ. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് എക്സ്ട്രാ വരും ഫോർക്ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ആക്ച്വലി ക്രെഡിറ്റ് കാർഡിൻ്റെ EMIസും അതുപോലെ തന്നെ പേഴ്സണൽ EMI ഒക്കെ ഇതേപോലെ ഫോർക്ലോസ് ചാർജ് എപ്പോഴും വരും കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നഷ്ടമാണ് ഇങ്ങനെ ഫോർക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ലോൺ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും NOC വാങ്ങിച്ചു വയ്ക്കാൻ മറക്കരുത്. അത് ഇമെയിൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ലെറ്റർ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള NOC ആയാലും കുഴപ്പമില്ല. അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾക്ക് ആ ബാങ്കായിട്ട് ഇപ്പം ഇനി ഒരു കടപാടവും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഡെപ്റ്റുകളൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൊരു ഇമെയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഡയറക്റ്റ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഇമെയിൽ, നമ്മുടെ ഒഫീഷ്യൽ ഇമെയിൽ ID നിന്ന് വരുന്ന ഒരു ബാങ്കിൻ്റെ ഇമെയിൽ ആയാലും മതി. അപ്പോൾ ലെറ്ററായിട്ട് തന്നെ ഫിസിക്കൽ ലെറ്ററായിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ NOC വാങ്ങിച്ചു വയ്ക്കാൻ മറക്കരുത്. മൂന്നാമത്തേന്ന് പറയുന്നത്, നിങ്ങളൊരു ഹോം ലോണാണ് ഫോർക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കുറേ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹോമിൻ്റെ ഇപ്പോൾ എന്താ പറയുക സ്കെച്ചസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തിരിച്ചു വാങ്ങിക്കാൻ മറക്കരുത്. ഹോം ലോൺ പ്രത്യേകിച്ച് ഹോം ലോണിൻ്റെ കാര്യത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഫുള്ളി ക്ലോസ് ചെയ്യുമ്പോൾ അത് ഫുള്ളി ഗെറ്റ് ബാക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ലീൻ എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ലീൻ എമൗണ്ട് എന്ന് പറയുന്ന സാധനം റിമൂവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു ലോൺ എടുത്തിട്ട് അതിന് ചിലപ്പോൾ ലീനായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സാധനവും റിക്കവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നാലാമത്തേന്ന് പറയുന്നത് സിബിൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതായത് സിബിലേക്ക് നമ്മുടെ ഈ ക്ലോസ് ചെയ്ത ലോൺ റിപ്പോർട്ട് ആയതോ നോക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ EMI നമ്മൾ ഫോർക്ലോസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. മിക്ക ബാങ്കുകളും ഇത് സെറ്റിൽമെന്റ് ആയിട്ടും, പേഴ്സണൽ ലോൺസും ഒരു ഇതിൽ ബാധകമാണ്. പേഴ്സണൽ ലോൺസും ക്രെഡിറ്റ് കാർഡ് EMIയും അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസും, അത് പ്രത്യേകിച്ച് NBFCയിലൊക്കെ എടുക്കുന്ന ലോണുകളൊക്കെ നമ്മൾ ഫോർക്ലോസ് ചെയ്യുമ്പോൾ അവർ ചില സമയത്ത് സെറ്റിൽമെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സെറ്റിൽമെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും, സിബിൽ ആകെ ഡാമേജ് ആവും. അതായത് നമ്മൾ കട അടയ്ക്കാണ്ട് ഒരു സെറ്റിൽമെന്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ആ ഒരു എമൗണ്ട് ഫുൾ അടക്കല്ല, ഒരു കാൽക്കുലേറ്റർ എമൗണ്ട് ഉണ്ട്, അത് അടച്ചിട്ട് സെറ്റിൽ ചെയ്യുന്ന പരിപാടിയാണ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമുക്ക് നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ സെറ്റിൽമെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ ഉടായ്പ NBFCകളൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് EMIയും അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ EMIയും ക്ലോസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കേണ്ടത്, പ്രത്യേകം അവരെ നോട്ടിഫൈ ചെയ്യാൻ മറക്കേണ്ടത്. അതും ഇമെയിൽ ത്രൂ തന്നെ നോട്ടിഫൈ ചെയ്യണം. അതായത് പ്രൂഫ് വേണം. അല്ലെങ്കിൽ അത് ഉടായ്പായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും, സിബിൽ ആകെ ഇടിഞ്ഞ് പണ്ടാറണം, പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ അത് കുറേ തരത്തിൽ അങ്ങനെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കേണ്ട. സിബിൽ സ്കോർ എപ്പോഴും, അല്ലെങ്കിൽ സിബിൽ സ്കോർ അല്ല, സിബിൽ റിപ്പോർട്ട് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സുകൾ എപ്പോഴും നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെല്ലാ കമന്റ്സും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ നമ്മളുണ്ട്, പക്ഷേ അതിൽ ആക്റ്റീവായി കുറവാണ്. Instagramൽ ആയിട്ട് കൂടുതൽ. അപ്പോൾ രണ്ടെണ്ണം തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം.